ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കസ്തൂരി. സായി ചരിതത്തിലെ ശ്രീശുകൻ. ശ്രീരാമകഥ പാടാൻ വാൽമീകി എത്തി. ശ്രീകൃഷ്ണ കഥ പറയാൻ വ്യാസനും. വേദവ്യാസനിൽ നിന്നും ഗ്രഹിച്ച ഈശ്വര കഥാമൃതം ശ്രീശുക ബ്രഹ്മം ലോകർക്കു വേണ്ടി പാടി. പിന്നീട് നാരദ, ശൗനക, സൂതാദികളിലൂടെ നമുക്ക് അവ ലഭിച്ചു. ഷിർദി സായിനാഥനെ ലോകത്തിന് സമ്മാനിക്കാൻ ഭാഗ്യം കിട്ടിയത് ഹേമദ് പാന്തിന്. ശ്രീ സത്യസായി ബ്രഹ്മത്തെ ലോകം കേട്ടാനന്ദിച്ചത് കസ്തൂരിയാകുന്ന വേണുവിലൂടെയും. അഹന്തയുടെ ലേശം പോലും ബാക്കി വയ്ക്കാതെ ഉള്ളു പൊള്ളയാക്കി കസ്തൂരിയിലൂടെ ഭഗവാൻ തൻ്റെ കഥ പാടി. സാധകന്, ഗൃഹസ്ഥന്, ജീവിത വ്യാപാരങ്ങളിൽ നട്ടം തിരിയുന്നവന് വഴികാട്ടിയാണ് കസ്തൂരിയുടെ ജീവിതം. ഭഗവാൻ ബാബയെ സ്മരിക്കാതെ കസ്തൂരിയുടെ ജീവിതം പറയാനാവില്ല. സായി ചരിതം കസ്തൂരിയെ ഓർക്കാതെ പൂർണ്ണവുമാവില്ല. അത്രമാത്രം ചേർന്നിരിക്കുന്നു ഭഗവാനും ഭക്തനും, അതായത് ബാബയും കസ്തൂരിയും. ഉത്തമ ഗുരു ശിഷ്യനെ ചെത്തി മിനുക്കി എടുക്കുന്നത് ഒരു അസാധാരണ കല തന്നെയാണ്. ആ ഉത്തമ ഗുരു പൂർണ്ണാവതാര പുരുഷൻ തന്നെയെങ്കിലോ എന്തായിരിക്കാം അതിൻ്റെ ചാരുത, കുലീനത, വശ്യത, മാത്രമല്ല കാഠിന്യവും. ഇതെല്ലാം കസ്തൂരിയുടെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണാം. ഭഗവാൻ കസ്തൂരിയെ പത്തരമാറ്റ് തങ്കമാക്കി മാറ്റി. ഒളിഞ്ഞും തെളിഞ്ഞും തലനീട്ടുന്ന അഹങ്കാരത്തിന്റെ പത്തി ഭഗവാൻ അടിച്ചമർത്തി. ജീവിതത്തിന്റെ തീവ്ര നൊമ്പരങ്ങളെ ഭഗവത് തൃപ്പാദ സ്മരണയാൽ കസ്തൂരി നേരിട്ടു. അദ്ദേഹം തന്നെ താൻ സ്വീകരിച്ച വഴി പറഞ്ഞു. എത്രയോ വൻവൃഷ്ടങ്ങൾ സായീശ്വരന്റെ മുന്നിൽ കടപുഴകി വീഴുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ഒരു പുൽനാമ്പ് പോലെ ആ പാദങ്ങളിൽ കമിഴ്ന്നു കിടന്നു. ഏത് കാറ്റിനും ഞാൻ വഴങ്ങിക്കൊടുത്തു. ആ തൃപ്പാദത്തിൽ നിന്നും വിടരുതേ എന്ന് നിരന്തരം കേണപേക്ഷിച്ചു കൊണ്ടിരുന്നു. അവിടുന്ന് കരുണയാൽ എന്നെ കൈവെടിഞ്ഞില്ല. ജനനം 1897 ഡിസംബർ 25. കസ്തൂരി പറയുന്നു, ആ ശുഭരാത്രിയിൽ അറബിക്കടലിന്റെ തീരത്തുള്ള ഒരു ഹിന്ദു കുടുംബത്തിൽ ഞാൻ ജനിച്ചു. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനനം. കുരുക്ഷേത്ര യുദ്ധശേഷം അർജുനൻ നടത്തിയ വിഷ്ണു പ്രതിഷ്ഠയാണ് തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ ഉള്ളത്. 11-ാം നാൾ അമ്മ കുഞ്ഞിനെ ശ്രീകോവിലിന് മുന്നിലെ തൂക്കുവിളക്കിന് സമീപം കിടത്തി. അവർ കുഞ്ഞിന് പേരിട്ടു കസ്തൂരി രംഗനാഥ ശർമ്മ. ബാല്യകാല നാമം നാരായണ കസ്തൂരി രംഗനാഥ ശർമ്മ. ജനിച്ചപ്പോൾ ശിശുവിന് ഒരു കൈയിൽ 6 വിരൽ ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് അതൊരു അഭംഗിയായി തോന്നി. ആരുമില്ലാത്ത ഒരു ദിവസം അവർ കത്രിക ഉപയോഗിച്ച് തൂങ്ങിക്കിടന്ന 6-ാം വിരൽ മുറിച്ചു കളഞ്ഞു. പിന്നീട് അത് പഴുത്തു. ശിശു യമപുരിയുടെ മുന്നിലെത്തി. പൂജാമുറിയിൽ തിരുപ്പതി വെങ്കടേശ്വരനെ സ്മരിച്ച് അടിമ കിടത്തിയാണ് ശിശുവിനെ പിന്നെ രക്ഷപ്പെടുത്തിയത്. പ്രാരബ്ധം ആ കുടുംബത്തെ വേട്ടയാടി. കസ്തൂരിയുടെ പിതാവ് വസൂരി പിടിപെട്ട് മരിച്ചു. ആചാരപ്രകാരം അമ്മയുടെ മുടി വടിച്ചു കളഞ്ഞു. അമ്മയുടെ മുണ്ടിത ശിരസ് ആ ബാലനിൽ വലിയ നൊമ്പരമുണ്ടാക്കി. ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. മകളെയും പേരക്കുട്ടികളെയും കൂട്ടി മുത്തച്ഛൻ വീട്ടിലേക്ക് യാത്രയായി. കടുത്ത ദാരിദ്ര്യം. ഇതിനിടെ ദുരാരോപണങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലുള്ള ജോലി നഷ്ടപ്പെട്ടു. ആ സമയം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് സഹോദരിയും 2 മക്കളും അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. ഇവരുടെയൊക്കെ വിശപ്പാറ്റേണ്ട കനത്ത വെല്ലുവിളി മുന്നിൽ ഉയർന്നു. ഭഗവത് കഥകൾ പറഞ്ഞും തീർത്ഥാടനം നടത്തിയും അദ്ദേഹം കുടുംബം ഒരുവിധം മുഴുപ്പട്ടിണിയില്ലാതെ കൊണ്ടു നടന്നു. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്നത് വലിയൊരു പ്രശ്നമായി. കസ്തൂരിയുടെ അമ്മ കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ഒരു നുള്ളു പൊന്നു വിറ്റ് കസ്തൂരിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അയച്ചു. അമ്പലത്തിലെ കാര്യക്കാരനായിരുന്ന മുത്തച്ഛന് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിരുന്ന നേദ്യത്തിന്റെ പങ്കായിരുന്നു കുടുംബത്തിന്റെ ആഹാരം. ഓർമ്മ വെച്ചപ്പോൾ മുതൽ കൊച്ചു കസ്തൂരി പൂർണ്ണത്രയീശ്വരനോട് പ്രാർത്ഥിക്കും. ഇന്നത്തെ പടച്ചോറിന് സ്വാദും ഉണ്ടായിരിക്കണേ. വിളമ്പുകാരൻ എനിക്ക് കൂടുതൽ ചോറ് വിളമ്പണേ. പെൻസിലും മിഠായിയും കിട്ടണേ. കണക്കു പരീക്ഷയിൽ ശരി ഉത്തരം കിട്ടണേ. എനിക്ക് കോട്ട് കിട്ടുന്നത് വരെ വൈസ്രോയി നാട് സന്ദർശിക്കുന്നത് നീട്ടിവെക്കണേ. പൂർണ്ണത്രയീശ്വരന്റെ മുന്നിലെ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം പിന്നീട് പർത്തീശ്വരൻ ഉത്തരം നൽകി. കല്യാണം നിശ്ചയിക്കുമ്പോൾ കസ്തൂരിക്ക് പ്രായം 11, പെൺകുട്ടിക്ക് 9. പഠനകാലം ശരിക്കും പഠിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ അവസരം കിട്ടി. പഠിക്കാനായി ചരിത്രം തിരഞ്ഞെടുത്തു. പിന്നീട് പഠനം തിരുവനന്തപുരത്ത്.
അന്ന് തിരുവനന്തപുരം വളരെ ദൂരെയുള്ള സ്ഥലം. 32 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്താനാകൂ. 21-ാം വയസ്സിൽ പഠനം പൂർത്തീകരിച്ചു. ജോലിക്ക് വേണ്ടി ഏറെ അലഞ്ഞു. അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ചു. വൈകുന്നേരങ്ങളിൽ നിയമ പഠനവും തുടങ്ങി. ഈ സമയം ഇംഗ്ലീഷ് മാസികയിൽ ലേഖനങ്ങൾ എഴുതാനും ആരംഭിച്ചു. ആ കാലത്താണ് മഹാത്മാഗാന്ധി തിരുവനന്തപുരം സന്ദർശിക്കുന്നത്. വൃക്ഷത്തിൽ കയറിയിരുന്ന് ബാപ്പുജിയെ കണ്ടു. വീട്ടിലെ സാമ്പത്തിക ക്ലേശം മൂലം ജോലി തേടി മൈസൂർ സംസ്ഥാനത്ത് അധ്യാപകനായി പ്രവേശിച്ചു. അങ്ങനെ മൈസൂർ ശ്രീരാമകൃഷ്ണാശ്രമവുമായി ബന്ധപ്പെടാൻ അവസരമൊരുങ്ങി. ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ വെച്ച് മഹാപുരുഷജിയിൽ നിന്നും ശ്രീരാമകൃഷ്ണ ശിഷ്യൻ സ്വാമി ശിവാനന്ദ താരക മഹാരാജ് മന്ത്രോപദേശം സ്വീകരിച്ചു. കർണാടകയിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്ത് ധാരാളം സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി. അതോടൊപ്പം പത്രമാസികകളിലും എഴുതി. ഹാസ്യത്തിലൂടെ സാമൂഹിക വിമർശനം, അതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല. ഡൽഹിയിൽ നിന്നുള്ള ശങ്കറിന്റെ കാർട്ടൂൺ വാരികയിൽ 7 കൊല്ലം തുടർച്ചയായി എഴുതി. ആനന്ദവും ബഹളവും സംഘർഷവും നിറഞ്ഞ ജീവിതം. എങ്കിലും അത് രസകരമായിരുന്നു. പക്ഷേ ജീവിതഗതി പെട്ടെന്ന് വഴിമാറി. ഇളയ മകൻ രമേശിന് രോഗം ബാധിച്ചു. ടൈഫോയിഡ് ഗുരുതരമായി. വൈദ്യശാസ്ത്രത്തിന് മകനെ രക്ഷിക്കാനായില്ല. മിടുമിടുക്കനായ 18-കാരനായ രമേശ് യാത്രയായി. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി 9 നാൾക്കു ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ദിവസമെങ്കിലും ജീവിക്കണമെന്ന ആഗ്രഹം നിറവേറിയാണ് രമേശ് യാത്രയായത്. കസ്തൂരിയുടെ ജീവിതം ആടിയുലഞ്ഞു. അമ്മയെയും ഭാര്യയെയും മക്കളെയും എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് തിട്ടമില്ലാത്ത ദിനങ്ങൾ വന്നുപോയിക്കൊണ്ടിരുന്നു. പുത്രൻ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞു. മരിച്ച മകന്റെ ബാല്യകാല സുഹൃത്ത് ഗോപി കസ്തൂരിയുടെ വീട്ടിലെത്തി. ഗോപി വരുന്ന വഴിയിൽ പുട്ടപർത്തിയിൽ സത്യസായി ബാബയെ ദർശിക്കാൻ പോയിരുന്നു. ഭഗവാൻ ഗോപിയോട് സുഹൃത്തിന്റെ മരണത്തെക്കുറിച്ച് ചോദിച്ചു. അയാളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണമെന്ന് അരളിക്കൊണ്ട് കുറച്ച് വിഭൂതി പൊതികളും കൊടുത്തു. അവർക്ക് ദുഃഖം സഹിക്കാനുള്ള ശക്തിയും ജ്ഞാനവും താൻ കൊടുക്കുമെന്നും ബാബ പറഞ്ഞത്രേ. ഗോപി ഇതെല്ലാം വിവരിച്ചപ്പോൾ കസ്തൂരി വല്ലാതെ അസ്വസ്ഥനായി. പുത്രവിയോഗ ദുഃഖം കൊണ്ട് ഉലഞ്ഞിരുന്ന കസ്തൂരി ചോദിച്ചു, എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി തന്റെ ദൈവത്തിന് എന്നെ എങ്ങനെ രക്ഷിക്കാനാകും? ഗോപി എന്തു പറയാൻ? പുത്രന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്ന പിതാവിന്റെ ഹൃദയത്തിലെ ഭീകരാഗ്നിയുടെ ചൂട് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. എങ്കിലും സത്യസായിബാബ ഷിർദിസായിയുടെ പുനരവതാരമാണെന്നും മറ്റും ധരിപ്പിക്കാൻ ഗോപി ശ്രമിച്ചു. അതൊന്നും കസ്തൂരിക്ക് ശാന്തിയേകിയില്ല. ഗോപി മടങ്ങി. കസ്തൂരി വിഭൂതി ഉപയോഗിച്ചില്ല. കളയാനും ധൈര്യം വന്നില്ല. അയൽവാസിയായ ഷിർദിസായി ഭക്തന് ആ വിഭൂതി കൊടുത്തയച്ചു. 1-2 ദിവസം കഴിഞ്ഞു. കസ്തൂരിയുടെ അകന്ന ഒരു ബന്ധു പോറ്റി അയ്യർ സായിബാബയെക്കുറിച്ച് കസ്തൂരിയോട് പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞു, ഭഗവാൻ ബാബയുടെ വിഭൂതിക്ക് എത്ര വലിയ മനസ്താപത്തെയും മാറ്റാനാകും. ആ വൃദ്ധന്റെ വെറും വാക്കുകളായേ കസ്തൂരിക്ക് അത് തോന്നിയുള്ളൂ. ശ്രീരാമകൃഷ്ണ മഠവുമായുള്ള നിരന്തര സമ്പർക്കം മൂലം കസ്തൂരിക്ക് സിദ്ധി പ്രകടിപ്പിക്കുന്നവരെ ഉൾക്കൊള്ളാൻ വലിയ വിഷമമായിരുന്നു. സിദ്ധി പ്രകടനം സാധകനിൽ അധപതനം ഉണ്ടാക്കുമെന്ന് പരമഹംസർ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ. ബന്ധു സായിബാബയെ പ്രകീർത്തിച്ചപ്പോൾ കസ്തൂരിക്ക് തോന്നി, സായി എന്നാൽ കർണാടക ഭാഷയിൽ നീ പോയി ചാവ് എന്നാണ് അർത്ഥം. അദ്ദേഹം ബന്ധുവിനോട് പരിഹാസച്ചുവയോടെ പറഞ്ഞു, എന്റെ ഒരു സുഹൃത്ത് ഷിർദി സായിയെ കണ്ടുവന്നതിന്റെ പിറ്റേ ആഴ്ച സിദ്ധി കൂടി. എന്നെ എന്റെ വിശ്വാസത്തിന് വിടുക. ഭഗവാൻ ഒരാളെ തൻ്റെതാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ യുക്തിക്ക് എന്തു സ്ഥാനം? അതിനുള്ള പദ്ധതികൾ ഭഗവാൻ ഒരുക്കി. പോറ്റിയയ്യരുടെ ചെറുപ്പക്കാരനായ പൗത്രൻ യുക്തിപൂർവമായ വാദങ്ങൾ നിരത്തിയപ്പോൾ കസ്തൂരി ബാബയെ കാണാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരിക്കൽ അവർ ബാംഗ്ലൂരിലെ ബുൾ ടെമ്പിൾ റോഡിലെ ഒരു വീട്ടിലെത്തി. അന്ന് അവിടെ ബാബ വന്നിട്ടുണ്ട്. ബാബ സോഫയിൽ ഇരിക്കുന്നു. കൈകൊണ്ട് ശിരസ് താങ്ങിയിരിക്കുന്നു. ഇടതൂർന്ന മുടിക്കിരീടം. 10 മിനിറ്റോളം അവർ അവിടെ നിന്നു. ബാബ അവരെ കാര്യമായി ശ്രദ്ധിച്ചില്ല. കസ്തൂരിക്ക് ഒരു മതിപ്പും ബാബയിൽ തോന്നിയില്ല. അവർ മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ കസ്തൂരിക്ക് തോന്നി, പരമേശ്വര അയ്യരുടെ മകൻ മിടുക്കനാണ്. തന്റെ മകൾ പത്മയ്ക്ക് ഇണങ്ങും. കസ്തൂരി ഇക്കാര്യം പോറ്റി അയ്യരോട് മുൻപ് സൂചിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം വേണ്ടത്ര പരിഗണിച്ചില്ല. പ്രധാന കാരണം സാമ്പത്തികം. കസ്തൂരിക്ക് വേണ്ടത്ര സ്ത്രീധനം കൊടുക്കാനുള്ള സാമ്പത്തികമില്ലെന്ന് അവർക്കറിയാം. അതിനാൽ ആലോചന മുടങ്ങി. ഒരിക്കൽ സംസാരമധ്യേ കസ്തൂരി ഭാര്യയോട് പറഞ്ഞു, അവർ സായിബാബയെ ഗുരുവായും ദൈവമായും കാണുന്നു. അദ്ദേഹം ഒരു വാക്കു പറഞ്ഞാൽ അയ്യർ വിവാഹത്തിന് ഉടൻ സമ്മതിക്കും. ദിവസങ്ങൾ കഴിഞ്ഞു.
ബാബയോട് പ്രത്യേക മമത തോന്നിയില്ലെങ്കിലും ഉള്ളിലുള്ള അതൃപ്തി നേർത്ത് വരുന്നത് കസ്തൂരിക്ക് അനുഭവപ്പെട്ടു. ബാബയെ പറ്റി കേട്ട കഥകൾ അമ്പരപ്പും അതോടൊപ്പം ആരാധനയും ഉണർത്താൻ തുടങ്ങി. യുക്തിയുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കിയെങ്കിലും മനമിടറി. ഇതിനിടയിൽ പരമേശ്വര അയ്യർ കസ്തൂരിയുടെ മകൾക്ക് മറ്റൊരു പയ്യന്റെ ആലോചനയുമായി എത്തി. പെണ്ണു കാണൽ ചടങ്ങ് ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒരു വ്യാഴാഴ്ച പെണ്ണു കാണാനും തീരുമാനമായി. അപ്പോഴാണ് പരമേശ്വര അയ്യരുടെ മകനോട് മകൾക്ക് സ്നേഹമുണ്ടെന്ന കാര്യം കസ്തൂരി അറിഞ്ഞത്. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. വ്യാഴാഴ്ചയായി. പെണ്ണുകാണൽ ചടങ്ങിന് വീട് ഒരുങ്ങി. കസ്തൂരി പരമേശ്വര അയ്യരുടെ വീട്ടിലേക്ക് ചെന്നു. വിരുന്നുകാർ വരുന്ന കാര്യം ഉറപ്പാക്കാനായി. വാതിലിൽ മുട്ടി. അകത്ത് കുശുകുശുപ്പ്. കുറച്ചു കഴിഞ്ഞ് അയ്യർ വാതിൽ തുറന്നു. പരമേശ്വര അയ്യരുടെ മുഖം വിളറിയിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് കേട്ട് കസ്തൂരി വിസ്മയിച്ചു പോയി. പരമേശ്വര അയ്യർ തലേ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടുവത്രേ. സ്വപ്നത്തിൽ ബാബ പ്രത്യക്ഷനായി അയ്യരെ ശകാരിച്ചു. അയ്യർ കാര്യം വെളിപ്പെടുത്തി. നിങ്ങളുടെ മകളെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാതെ മറ്റൊരാളെ ഏർപ്പെടുത്തിയത് സ്വാമിക്ക് ഇഷ്ടമായില്ല. വേഗം വരിക, നിനക്കതിനുള്ള ശിക്ഷ തരുന്നുണ്ട്. ഇത്രയും കൂടി സ്വാമി പറഞ്ഞു. ഇത് പറയുമ്പോൾ അയ്യർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കസ്തൂരിക്ക് ഉള്ളിൽ നേരം പോക്ക് തോന്നി. വിവാഹം, ശകാരം, താക്കീത്, അതൊക്കെ നടക്കുന്നത് സ്വപ്നത്തിൽ വന്നയാൾക്ക് 21 വയസ്സ്. സ്വപ്നം കണ്ടയാൾ 50 കഴിഞ്ഞ ഒരു അക്കൗണ്ടന്റും. പക്ഷെ തന്റെ ചിന്തകളൊന്നും കസ്തൂരി പുറത്തറിയിച്ചില്ല. ഏതായാലും ബാബ തരക്കെടില്ല എന്ന് ഉള്ളിൽ സന്തോഷത്തോടെ പറഞ്ഞു. താൻ ആഗ്രഹിച്ചത് നടക്കും. മകളുടെ ദുഃഖവും മാറും. പെണ്ണു കാണാൻ വരുന്നവരോട് എന്തു പറയും? പരമേശ്വര അയ്യർ വിഷമത്തോടെ ചോദിച്ചു. അതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടുകൊള്ളാം. തികട്ടി വന്ന സന്തോഷം പ്രകടിപ്പിക്കാതെ കസ്തൂരി പറഞ്ഞു. കസ്തൂരി ഉടൻ വീട്ടിലെത്തി. അയൽവാസിയായ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ വശം ഒരു കത്ത് വരന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. എൻ്റെ മകന്റെ നിർദ്ദേശാനുസരണം മകളുടെ വിവാഹം 1 വർഷത്തേക്ക് നീട്ടിവെക്കാൻ ഞാൻ നിർബന്ധിതനായി. ക്ഷമിക്കുമല്ലോ. ഇതായിരുന്നു സന്ദേശം. 1948 ജൂലൈ. ആ സമയം ബാബ ബാംഗ്ലൂരിലുണ്ട്. കസ്തൂരിയെയും കൊണ്ട് പരമേശ്വര അയ്യർ ഭഗവാനെ കാണാൻ യാത്രയായി. അവർ അവിടെ എത്തി. ഭജന നടക്കുന്നു. ബാബ അരികിലെത്തി. കസ്തൂരിയുടെ ശരീരം ചൂടുപിടിച്ചു. ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു. മൃദുലമായ പാദങ്ങൾ, അതിമൃദുവായി നീങ്ങുന്ന പാദങ്ങൾ. ഭഗവാൻ മാധുര്യപൂർവ്വം കസ്തൂരിയെ നോക്കി പുഞ്ചിരിച്ചു. അകത്തു പോകൂ. കസ്തൂരി ഉൾപ്പെടെ 6 പേരെ ഭഗവാൻ വിളിച്ചു. അവർ അകത്തു കയറി. ദർശനം കഴിഞ്ഞ് ഭഗവാൻ തിരികെ എത്തി വാതിലടച്ചു. മൃദുവായി കസ്തൂരിയുടെ പുറത്തു തട്ടി. ബാബയോട് ചോദിക്കാൻ തീരുമാനിച്ച കാര്യങ്ങളൊന്നും കസ്തൂരിയുടെ നാവിൽ വന്നില്ല. വല്ലാത്ത ഒരു അവസ്ഥ. ഭഗവാൻ സംസാരിച്ചു. ഞാൻ ആ യുവാവിനെ തന്നെ നിശ്ചയിച്ചതിൽ നീ സന്തുഷ്ടനാണ് അല്ലേ? ഞാൻ പോറ്റി അയ്യരോട് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് നീ ആഗ്രഹിച്ചു. നിനക്ക് ഒരു മകൻ നഷ്ടമായി. വിഷമിക്കരുത്. നിനക്കൊരു മകനും മരുമകനുമാകും. സർവകലാശാലയിൽ നിനക്ക് അർഹിക്കുന്നത് കിട്ടുന്നില്ല. അതും ഉടൻ ലഭിക്കും. നിന്റെ വൃദ്ധയായ അമ്മയ്ക്ക് ഇനി സന്തോഷമാകും. തന്റെ ചരിത്രം മുഴുവൻ ചുരുങ്ങിയ വാക്കുകളിൽ സ്വാമി വിവരിച്ചത് കേട്ട് കസ്തൂരി വല്ലാത്ത അവസ്ഥയിലായി. എല്ലാം അറിയുന്ന സ്വാമിയോട് കസ്തൂരി അറിയാതെ പറഞ്ഞുപോയി. സ്വാമി, ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്കറിയാം സ്വാമി. വരന്റെ വീട്ടുകാർക്ക് അങ്ങയോട് വലിയ ഭക്തിയാണ്. വിവാഹം ഈ തിരുസന്നിധിയിൽ നടത്താൻ അനുഗ്രഹിക്കണേ. നന്ന്, അങ്ങനെ ചെയ്തുകൊള്ളൂ. ഭഗവാൻ തുടർന്നു. പുട്ടപർത്തി വളരെ ചെറിയ ഗ്രാമം. അവിടെ ചെന്ന് സൗകര്യങ്ങൾ കാണുക. വിവാഹം അവിടെ നടത്താം. നഗരത്തിൽ ഒരു സൽക്കാരം നടത്തുക. ഭഗവാൻ കസ്തൂരിയുടെ തോളിൽ കൈകൾ വെച്ച് കണ്ണിൽ ഉറ്റുനോക്കി. ആ തിരുമിഴികളിൽ തന്റെ പ്രതിബിംബം കസ്തൂരി കണ്ടു. ഭഗവാൻ അരുളി. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം എൻ്റെ അടുത്ത് താമസിക്കുക. നിനക്ക് എൻ്റെ ജീവചരിത്രം എഴുതാം. ഞാനോ? അമ്പരപ്പോടെ കസ്തൂരി തിരക്കി. അതെ, ഞാൻ സഹായിക്കും. ആരെയൊക്കെ കാണണമെന്നും ഞാൻ പറഞ്ഞു തരാം. രക്ഷിതാക്കൾ, സഹോദരന്മാർ, ബന്ധുക്കൾ, അധ്യാപകർ, അയൽവാസികൾ തുടങ്ങിയവരൊക്കെ നീ കാണണം. എഴുത്തിൽ വാസനയുള്ള എഴുത്തുകാരൻ എന്ന് അഭിമാനിച്ചിരുന്ന കസ്തൂരിയെ അതേ ഇരയിട്ട് ഭഗവാൻ പിടിച്ചു. പിന്നീട് ഒരിക്കൽ ഭഗവാൻ പറഞ്ഞു, പുസ്തകം എഴുതാൻ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ വേണം എന്നതുകൊണ്ടാണ്. നിന്നെയാണ് എനിക്ക് വേണ്ടത്, പുസ്തകമല്ല. പ്രചാരണം എനിക്കത് ആവശ്യമില്ല. കസ്തൂരിയുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സംഭവബഹുലമായിരുന്നു. അതിഗംഭീരമായി മകളുടെ വിവാഹം നടന്നു. ഓരോ ചുവടുവയ്പിലും ഭഗവാൻ ഭക്തനെ തിരുത്തിക്കൊണ്ടിരുന്നു. തന്റെ അഹന്തയുടെ ശമനമാണ് ഭഗവാൻ കാക്ഷിക്കുന്ന
ഒരേ ഒരു കാര്യമെന്ന് കസ്തൂരിക്ക് തികച്ചും ബോധ്യമായി. ഭഗവത് സങ്കല്പമല്ലാതെ മറ്റൊന്നും പ്രപഞ്ചത്തിൽ ഇല്ലെന്നും അനുഭവത്തിലൂടെ കസ്തൂരി തിരിച്ചറിഞ്ഞു. അതിനുള്ള പ്രകടമായ സൂചനകളും സ്വാമി സമ്മാനിച്ചു. മകളുടെ വിവാഹവേള ഭഗവാൻ കസ്തൂരിക്കും ഭാര്യയ്ക്കും അഭിമുഖം നൽകി. ശ്രീരാമകൃഷ്ണനോടുള്ള ഭക്തിയും ബാബയോടുള്ള വിശ്വാസവും മനസ്സിൽ ഭയങ്കരമായ പിടിവലി നടത്തുന്നു. ബാബയും ശ്രീരാമകൃഷ്ണനും ഒരുമിച്ച് തന്നിൽ ദഹിക്കുന്നില്ല. മനസ്സിൽ ഈ കലമ്പൽ നടക്കവേ കസ്തൂരിയുടെ ഭാര്യയോട് ബാബ പറഞ്ഞു, പാവം, ഇവനെ ശ്രീരാമകൃഷ്ണനാണ് എന്റെ സമീപം എത്തിച്ചതെന്ന് ഇവൻ അറിയുന്നില്ല. ഇവന്റെ നീണ്ട നാളത്തെ സാധന മൂലം ശ്രീരാമകൃഷ്ണൻ ഇവനെ കൊത്തച്ചെരുവ് വരെ കൊണ്ടുവന്നു. പുട്ടപർത്തിക്ക് 9 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലമാണ് കൊത്തച്ചെരുവ്. ശിഷ്യൻ ഈശ്വരാഭിമുഖമായി കഴിഞ്ഞാൽ ഗുരുവിന്റെ ജോലി തീർന്നു. അതിനുശേഷം 21കാരനായ ബാബ തൃക്കരം ചുഴറ്റി ലോക്കറ്റ് സൃഷ്ടിച്ച് 51കാരനായ കസ്തൂരിയെ അണിയിച്ചു. അന്നു തന്നെ കസ്തൂരി പൂജാമുറിയിൽ ശ്രീരാമകൃഷ്ണ ചിത്രത്തിനൊപ്പം ബാബയുടെ ചിത്രവും ഉറപ്പിച്ചു വെച്ചു. രണ്ടും ഒന്നു തന്നെ രണ്ടായതും ഇക്കാര്യം അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. കസ്തൂരി സായി ഭാഗവതം എഴുതി. പിന്നീട് മകൻ മൂർത്തിയുമായി ആ ഭാഗവതം പറയാൻ പോകും. അദ്ദേഹത്തിന്റെ മകൻ പാടും, കസ്തൂരി കഥ പറയും, തത്വം വ്യാഖ്യാനിക്കും. ഇങ്ങനെ സദാ സായി ചിന്തനത്തിൽ മുഴുകി അദ്ദേഹം ജന്മം സഫലമാക്കി. ഓം തത്സത്.